ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ വന്നേക്കുന്നത്. അദ്ദേഹം ചോദിക്കുകയുണ്ടായി, ട്വിൻ ഫ്ലെയിംസിൻ്റെ മാരേജ് റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? കാരണം രണ്ടു കൂട്ടരും ഒരുപാട് വർക്കൗട്ട് ചെയ്ത് ചേരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവരുടെ ഉള്ളിൽ പ്രശ്നങ്ങളൊന്നും കാണില്ലേ, ഒരു ഫെയറി ടെയിൽ റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് ചോദിക്കുകയുണ്ടായി. എനിക്ക് പറയാനുള്ളത്, ട്വിൻ ഫ്ലെയിം കണക്ഷൻ എന്ന് പറയുന്നത് ഏർത്ത്ലി ആയിട്ടുള്ള ഒരു കണക്ഷൻ അല്ല. ഭൂമിയുടേതായിട്ടുള്ള ഒരു സ്വഭാവവും അതിനില്ല. അതായത് ഭൂമിയിലുള്ള പാറ്റേൺസോ അല്ലെങ്കിൽ ഭൂമിയിലുള്ള റൂൾസോ ഒന്നും വന്നിട്ട് ഈ ഒരു കണക്ഷനെ വന്നിട്ട് അഫക്റ്റ് ചെയ്യുന്നില്ല. അതേപോലെ തന്നെ ഭൂമിയിലുള്ള മനുഷ്യർ, നമ്മൾ ആസ് എ ഹ്യൂമൻ, നമുക്ക് ഈഗോ ഉണ്ട് അല്ലേ? നമ്മളുടെ മനുഷ്യരുടേതായിട്ടുള്ള ഫീലിങ്സോ അല്ലെങ്കിൽ മനുഷ്യരുടേതായിട്ടുള്ള ഇമോഷൻസോ ഒന്നും തന്നെ ഈ ഒരു കണക്ഷൻ അഫക്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിൻ്റെ മുമ്പിൽ പോയി കരഞ്ഞു കാണിച്ചാലും അല്ലെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്ലെയിൻ ചെയ്താലും നിങ്ങൾ എനർജറ്റിക്കൽ അലൈൻമെൻറ്റിൽ അല്ലെങ്കിൽ അവിടെ ഒരു ഇമോഷൻസോ ഒരു ഫീലിങ്സോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതൊന്നും ഒരിക്കലും ഈ ഒരു കണക്ഷനെ വന്നിട്ട് ബാധിക്കുന്നില്ല അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ഷനെ വന്നിട്ട് നമ്മുടെ ഏർത്ത്ലി ആയിട്ടുള്ള പാറ്റേൺസ് വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ കണക്ഷൻ ഇങ്ങനെയായിരിക്കണം പോവേണ്ടത്, ഇതായിരിക്കും ബെസ്റ്റ്, ഇതാണ് ബെറ്റർ എന്നൊന്നും നമുക്ക് ഡിഫൈൻ ചെയ്യാനേ പറ്റില്ല. നിറയെ പേര് ഇതിന് ഒരുപാട് കണ്ടീഷൻസ് കൊടുക്കും. ട്വിൻ ഫ്ലെയിമിൻ്റെ ഉള്ളിൽ ഒരുപാട് ഏജ് ഗ്യാപ്പ് ഉണ്ടാവും അല്ലെങ്കിൽ ഏജ് ഗ്യാപ്പ് ഉണ്ടാവില്ല, ഇങ്ങനെയൊക്കെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് വന്നിട്ട് അപ്ലൈ ചെയ്യാറുണ്ട്. അതൊന്നും ഇവിടെ ഒരിക്കലും വില പോകില്ല. അതിനൊന്നും ശരിക്കും ഒരു വാല്യൂ ഇല്ല. എനർജറ്റിക്കലി അവരെന്നും ഒരേ ട്രാക്കിൽ പോകുന്നവരാണ്. ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ടാവുന്നത് നിങ്ങൾ ഈ കണക്ഷനെ വന്നിട്ട് ജെൻഡർ ബയസ്ഡ് ആയിട്ട് നോക്കി കാണുമ്പോഴാണ്. അതൊരാണ്, ഇതൊരു പെണ്ണ്, ഇങ്ങനെ ആയിരിക്കണം റിലേഷൻഷിപ്പ് എന്ന് നിങ്ങളുടെ ഉള്ളിലുള്ള പ്രോഗ്രാമിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ ഉണ്ടാക്കുന്നത്. 3D വേൾഡിൻ്റെ കണ്ണുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ ഒരു കണക്ഷനെ മെഷർ ചെയ്യാനോ ഡിഫൈൻ ചെയ്യാനോ പറ്റില്ല. ട്വിൻ ഫ്ലെയിംസ് വന്നിട്ട് ഭയങ്കര പ്യുവർ ആയിട്ടുള്ള സോൾസ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഇവരെ ഭയങ്കരമായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. യൂണിവേഴ്സിൻ്റെ പെറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യൂണിവേഴ്സിൻ്റെ പെറ്റ്സ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിന് ഇവരോട് പ്രത്യേക താല്പര്യം എന്നല്ല. ഇവർ പ്യുവർ ആയിട്ടുള്ള സോൾസ് ആയ കാരണകൊണ്ട് തന്നെ എപ്പോഴും യൂണിവേഴ്സായിട്ട് അലൈൻമെൻറ്റിലായിരിക്കും. അത് കാരണകൊണ്ടാണ് ഞാൻ പെറ്റ്സ് എന്ന് പറഞ്ഞത്. ഇനി ഈ ലോകത്തിൽ വന്നിട്ട് ട്വിൻ ഫ്ലെയിംസിന് പറ്റുന്ന തെറ്റെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ഈ ലോകത്തിലാണല്ലോ. സോ ഇവർ വന്നിട്ട് ഇവരുടെ പ്രോഗ്രാമിങ്സ് കാരണം കൊണ്ട് തന്നെ ഇവർ ഈ ഒരു ലോകത്തിൻ്റെ റൂൾസിന് അനുയോജിക്കുന്ന പോലെയൊക്കെ വന്നിട്ട് ജീവിക്കാൻ തയ്യാറാവും. അതേപോലെ തന്നെ ഒരു നോർമൽ ഹ്യൂമനെ പോലെ തന്നെ ഇവർ വന്നിട്ട് ജീവിക്കാൻ തയ്യാറാവും. കാരണം ഇവരുടെ ഉള്ളിൽ പേടി, പ്രശ്നങ്ങൾ, ഇതൊക്കെ ഹ്യൂമൻ്റേതായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ വന്ന് കയറുമ്പോൾ ഇവർക്ക് ഡിവൈനായിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഇല്ലാതാവുമ്പോൾ, മനസ്സിലായോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ വന്നിട്ട് ഇവർക്ക് ട്രിഗറിങ് നടക്കും. ഈ ട്രിഗറിങ് എങ്ങനെയാണ് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വേറൊരു പാതി, നിങ്ങൾ തന്നെ വന്നിട്ട് നിങ്ങൾക്കൊരു മിറർ ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുകയല്ല ചെയ്യുന്നത്. അവർ നിങ്ങളുടെ സോളായിട്ട് അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവർ നിങ്ങളോട് പറയുകയാണ്, ഇതല്ല നീ നിന്നെ തേടണം, നീ നിൻ്റെ അനാവശ്യ ഈഗോ വന്നിട്ട് ഇല്ലാതാക്കണം, നീ നിന്നെ കണ്ടുപിടിക്കണം, നീ നിന്നിലേക്ക് തിരിയണം, നീ ആരാണെന്ന് മനസ്സിലാക്കണം, നീ നിൻ്റെ സോളായിട്ട് മാറണം, ഒറിജിനൽ സോളായിട്ട് മാറണം, ഇവിടുത്തെ റൂൾസ്, ഇവിടുത്തെ പാറ്റേൺസ് എല്ലാം നീ ബ്രേക്ക് ചെയ്യണം. ഇതാണ് ഇവർ പറയുന്നത്. ആൻഡ് ഇത് രണ്ടുപേർക്കും നടക്കും. രണ്ടുപേരും ഇവിടെ മിറർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഡിവൈൻ മാസ്കുലിന് നടക്കുന്ന ട്രിഗറിങ് ഫെമിനനും അറിയില്ല, ഫെമിനന് നടക്കുന്ന ട്രിഗറിങ് മാസ്കുലിനും അറിയില്ല. പക്ഷേ പരസ്പരം ആ ഒരു ട്രിഗർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ സൈലൻ്റായിട്ട് പോയി അതിൽ വർക്കൗട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ട് ഇന്നർ വർക്ക് ചെയ്യാൻ ഇവർ സെപ്പറേറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്, ഓരോ ട്രിഗറിങ് ടൈമിലും വന്നിട്ട് ഇവരുടെ എനർജറ്റിക്കൽ ഇൻറ്റൻസിറ്റി ഇവരെ കൊണ്ട് തന്നെ താങ്ങാൻ പറ്റില്ല. സോ ആ ഒരു ടൈമിൽ ഡിവൈൻ ചെയ്യുന്ന ഒരു കാര്യമാണത്. സോ ഇത് ഫുള്ളായിട്ട് നിങ്ങളെ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു കണക്ഷനാണ്. ഇത് വന്നിട്ട് ഒരു പോയിന്റിൽ വന്നിട്ട് രണ്ടുപേരും മനസ്സിലാക്കും ഇതാണ് ഞങ്ങളുടെ ഉള്ളിലുള്ള കണക്ഷൻ എന്ന്. അപ്പോൾ അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും. ആ അക്സെപ്റ്റൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ യൂണിയൻ. കാരണം ഈ ഒരു ലോകത്തിൽ ഞങ്ങൾ ഒരുമിച്ചാലും ഒരുമിച്ചില്ലെങ്കിലും ഞങ്ങൾ ഒന്നാണ് എന്നുള്ള അക്സെപ്റ്റൻസ് ആണത്. പക്ഷെ പലർക്കും വന്നിട്ട് ആ ഒരു ലെവലിലേക്ക്, ആ ഒരു അക്സെപ്റ്റൻസ് ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റില്ല. കാരണം സിമ്പിളാണ്, അവർ ട്വിൻ ഫ്ലെയിം ജേർണിയിലല്ല. നമ്മുടെ എർത്ത് റിലേമിൽ വന്നിട്ട് ഹ്യൂമൻ ടു ഹ്യൂമൻ എനർജറ്റിക്കൽ കണക്ഷൻ ഭയങ്കര കോമൺ ആണ്. സോ നിറയെ പേര് വന്നിട്ട് ഇതിനെ വന്നിട്ട് ട്വിൻ ഫ്ലെയിം ജേർണി ആണ്, ഞാൻ ട്വിൻ ഫ്ലെയിം ആണ് എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് എക്സ്ട്രീംലി റെയർ ആയിട്ടുള്ള കണക്ഷനാണ്. ആൻഡ് ഇവർ രണ്ടുപേരും ചേരുന്നത് തന്നെ ഭയങ്കര റെയറാണ്. കാരണം ഇവരുടെ എനർജറ്റിക്കൽ ഇൻറ്റൻസിറ്റി വന്നിട്ട് ഇവർക്ക് തന്നെ താങ്ങാൻ പറ്റില്ല. ആൻഡ് ഇവർ വന്നിട്ട് ഒരു നോർമൽ ആയിട്ടുള്ള ഒരു കുടുംബജീവിതം നയിക്കണം. അതായത് ഈ ഒരു എർത്തിൻ്റെ പാറ്റേൺസിന് അനുയോജ്യമായിട്ടുള്ള ഒരു കുടുംബജീവിതമാണ് എക്സ്പെക്ട്
എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാരേജ് റിലേഷൻഷിപ്പിൽ ഇറങ്ങിയാൽ അത് ചിലപ്പോൾ നിൽക്കില്ല എന്നല്ല, ഇവിടുത്തെ വന്നിട്ട് ഈ ഒരു സെറ്റ് ഓഫ് റൂൾസ് ഒരിക്കലും അതിൽ അപ്ലൈ ആവില്ല. സോ നിങ്ങൾ എന്താണ് വിചാരിക്കുക, നിങ്ങൾ നിങ്ങളുടെ ട്വിൻ ഫ്ലെയിമിനെ കാണുന്നു, ആ ഒരു ആക്ടിവേഷൻ നടക്കുന്നു, ഒരാൾ റണ്ണർ ആവുന്നു, ചേസർ ആവുന്നു, ഇവർ തനിയെ നിന്ന് വർക്കൗട്ട് ചെയ്യുന്നു, വീണ്ടും ചേരുന്നു, ഇവർ കല്യാണം കഴിക്കുന്നു, കുട്ടികളാവുന്നു, ഒരു നോർമൽ ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ള ഒരു കുടുംബ ജീവിതം ആണ് കിട്ടുക എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. അതല്ല, എപ്പോൾ നിങ്ങൾ വന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഓതൻറ്റിക് സെൽഫിൽ നിന്ന് മാറുന്നു, അല്ലെങ്കിൽ എപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൗളായിട്ട് മിസ്അലൈൻമെൻറ്റ് ആവുന്നു, ആ ഒരു നിമിഷം വന്നിട്ട് നിങ്ങൾക്ക് സെപ്പറേഷൻ നടക്കും. അത് നിങ്ങൾ മാരീഡ് ആണെങ്കിലും അല്ലെങ്കിലും. സോ അപ്പോൾ തൊട്ട് വന്നിട്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് ആ ഒരു അലൈൻമെൻറ്റിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടതായിട്ട് വരും. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ ഒരു കണക്ഷൻ വന്നിട്ട് ഒരിക്കലും ഏർത്ത്ലി പാറ്റേൺസോ റൂൾസോ ഫോളോ ചെയ്യുന്ന ഒരു കണക്ഷൻ അല്ല. ഇൻഫാക്ട് ഇതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള കണക്ഷനാണിത്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇവർ 3D വേൾഡിൻ്റേതായിട്ടുള്ള എല്ലാ ഇമോഷൻസിലൂടെയും എക്സ്പീരിയൻസിലൂടെയും പോകുമെങ്കിലും എപ്പോഴാണോ ഇവർ രണ്ടുപേരും 5D ഡയമെൻഷനിൽ എത്തുന്നത്, ആ ഒരു അലൈൻമെൻറ്റിൽ ആവുന്നത്, അപ്പോഴാണ് ഇവർ ശരിക്കും പറഞ്ഞാൽ യൂണിയനിലേ ആവുന്നത്. സോ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. ഒരിക്കലും ട്വിൻ ഫ്ലെയിം കണക്ഷനെ വന്നിട്ട് ഏർത്ത്ലി കണക്ഷനായിട്ട് ഒരിക്കലും കാണേണ്ട കാര്യമില്ല. കാരണം ഇത് ഏതൊക്കെ വഴി സഞ്ചരിക്കും, ഏതൊക്കെ ഡയറക്ഷനിലൂടെ പോകുന്നു നമുക്ക് തന്നെ പറയാൻ പറ്റില്ല. അപ്പോൾ ഏർത്ത്ലി റൂൾസും പാറ്റേൺസും ഒന്നും വെച്ചിട്ട് ഇതിന് ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്ന് ഒരു ഡെഫിനിഷൻ കൊടുക്കാതിരിക്കുക. കാരണം ഇതൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങൾ ആ ഒരു എക്സ്പീരിയൻസിൽ കൂടെ പോയാൽ തന്നെയാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലേ? താങ്ക് യു സോ മച്ച്.